മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്നത് പോലെ ശരീരത്തിന്റെ മുഴുവൻ ആരോഗ്യത്തിന്റെ ഒരു സൂചികയാണ് നമ്മുടെ പല്ലുകൾ. എന്നാൽ ദന്താരോഗ്യത്തിന് പലരും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. പല്ലിൽ ഒരു കേട് കണ്ടാലോ മോണയിൽ നിന്ന് രക്തം വന്നാലോ നിസ്സാരമായി തള്ളിക്കളയാറാണ് പലരും ചെയ്യുന്നത്. ദന്താരോഗ്യത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടെന്നും ദന്തക്ഷയം ഏതെല്ലാം രോഗങ്ങളിലേക്ക് നയിക്കുമെന്നും നമ്മളോട് സംസാരിക്കുകയാണ് ഡോക്ടർ മണികണ്ഠൻ. സ്വാഗതം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ശരിയായ ദന്താരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മുടെ സമൂഹം എത്രത്തോളം ബോധവാന്മാരാണ്? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഏറ്റവും ഒരു അവസാനം കൊടുക്കുന്ന ശ്രദ്ധയായിരിക്കും ദന്താരോഗ്യത്തിലായിരിക്കും. നമ്മൾ ബാക്കിയുള്ള അസുഖങ്ങൾക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു ചിലപ്പോൾ ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടെങ്കിലും ഒരു വർഷാവർഷം ഒരു എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ അതിലെങ്ങും തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡെന്റലിന്റെ ഒരു ചെക്കപ്പും ഈ എക്സിക്യൂട്ടീവ് ചെക്കപ്പിൽ കാണാറില്ല. സാധാരണ നമ്മൾ കൊളസ്ട്രോൾ നോക്കുന്നു അല്ലെങ്കിൽ ഷുഗർ നോക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അതും കുറെ നാൾ മുന്നേ വരെ അതിനകത്ത് ഒരു അലംഭാവം കാണിക്കുന്നവര് ആയിരുന്നു കൂടുതൽ. എന്നാലും ഇപ്പൊ അതിനകത്ത് ചെറിയൊരു വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. ചുരുങ്ങിയത് നമ്മളൊരു BP-യോ ഷുഗറോ ഒക്കെ അല്ലെങ്കിൽ കൊളസ്ട്രോളെങ്കിലും ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നോക്കുന്ന ആൾക്കാരുണ്ടാവും. സ്ഥിരം നോക്കുന്ന ആൾക്കാർ ഉണ്ട്. അവരെ മൊത്തത്തിൽ നമുക്ക് ആകെ കംപ്ലീറ്റ് ആയിട്ട് ആക്ഷേപിക്കാനായിട്ടല്ല, പക്ഷെ എന്നാൽ തന്നെ ഒരു കുറച്ച് വിഭാഗം ആൾക്കാർ അല്ലെ കുറച്ചൊരു ശതമാനം ആൾക്കാര് അതിലൊരു അലംഭാവം കാണിക്കുന്നുണ്ട്. അപ്പൊ വളരെ ചുരുക്കം ഒരു മേ ബി ഒരു 10% ആൾക്കാരായിരിക്കും ഒരു പ്രിവെന്റീവ് എന്നുള്ള രീതിയിൽ ഒരു ഡെന്റൽ ട്രീറ്റ്മെന്റിന് ഡെന്റൽ ചെക്കപ്പിനായിട്ട് പോകുന്നത്. അതായത് എന്തെങ്കിലും ഒരു പെയിൻ വരുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒന്നുകിൽ നമ്മുടെ മേശ വിരിപ്പകം തുറന്ന് നോക്കിയിട്ട് ഏതെങ്കിലും പഴയ ആന്റിബയോട്ടിക്കിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പെയിൻ കില്ലർ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു പ്രവണത കൂടിയാണ് ശരിക്കും ആന്റിബയോട്ടിക് പ്രതിരോധം എന്ന് പറഞ്ഞാൽ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഈ അടുത്ത് കേൾക്കുകയുണ്ടായി, ഇപ്പൊ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആന്റിബയോട്ടിക് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊടുക്കാറില്ല. അത് ഡെന്റൽ ട്രീറ്റ്മെന്റിനും വളരെയധികം ഡെന്റലിന്റെ കേസിനും വളരെയധികം ആപ്റ്റ് ആണ്. കാരണം പല ആൾക്കാരും ഡെന്റിസ്റ്റിനെ കാണാൻ ഇപ്പൊ ഒരു ചെറിയൊരു പെയിൻ അല്ലേ ഇതിനു വേണ്ടി എന്തിനാണ് നമ്മൾ ഡോക്ടറെ കാണുന്നത് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ആന്റിബയോട്ടിക് വാങ്ങി കഴിക്കാറുണ്ട്. അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിലപ്പോ ഒരു കോഴ്സ് എന്ന് പറയുന്നത് ചിലപ്പോ 15 ഗുളികയായിരിക്കും ഒരു ആന്റിബയോട്ടിക്കിന്റെ കംപ്ലീറ്റ് കോഴ്സ്. പക്ഷെ ചിലർ 6 ഗുളിക കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് വേദന ഒന്ന് കുറയുമ്പോൾ പിന്നെ ബാക്കിയുള്ള 9 ഗുളിക കഴിക്കാറില്ല, പകുതിക്ക് വെച്ച് നിർത്താറുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ആ പകുതിക്ക് വെച്ച് നിർത്തുമ്പോഴത്തേക്കും ബാക്ടീരിയ ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നശിക്കണമെന്നില്ല, അവിടെ ജസ്റ്റ് അതിന്റെ ഗ്രോത്ത് കുറയത്തേ ഉള്ളൂ. ബാക്ടീരിയ സ്റ്റാറ്റിക് എഫക്ട് എന്ന് പറയും. ബാക്ടീരിയ സിഡൽ ഉണ്ടായാൽ മാത്രമേ അത് നശിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ പകുതിക്ക് വെച്ച് നിർത്തുന്നതോ അല്ലെങ്കിൽ നമ്മൾ പണ്ട് കഴിച്ചതിന്റെ ബാക്കി സ്ട്രിപ്പുകൾ കഴിക്കുന്നതോ ഒക്കെ തന്നെ ഈ ആന്റിബയോട്ടിക് പ്രതിരോധത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആ പല്ല് സംബന്ധിച്ചുള്ള ശീലങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ. പല്ലിന് കേട് തൊട്ട് ഓറൽ ക്യാൻസർ വരെ ഉണ്ട്. അപ്പം സാധാരണ കാണപ്പെടുന്ന ദന്താരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മള് ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആമെന്ന് പറയും. ഒരു അങ്ങേറ്റം ഒരു ഇങ്ങേറ്റം നോക്കിക്കഴിഞ്ഞാല് ഒന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ദന്തക്ഷയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പല്ലിലെ പോടെന്ന് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു കുറച്ച് അഡ്വാൻസ് സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് അസഹ്യമായിട്ടുള്ള വേദന ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ഈ പെയിനിന്റെ ഒരു ഗ്രേഡിങ് നോക്കുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഏറ്റവും സഹിക്കാൻ പറ്റാത്ത വേദനയായിട്ടാണ് നമ്മുടെ പല്ല് വേദന, അതായത് നമ്മുടെ ദന്തക്ഷയം കാരണമുള്ള പല്ല് വേദനയെ രേഖപ്പെടുത്താറ്. നമ്മുടെ കാർഡിയാക് പെയിൻ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഹൃദയ സംബന്ധമായിട്ടുള്ള വേദന കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത മറ്റൊരു പെയിൻ ആയിട്ട് നമ്മളെ ടൂത്ത് ഏക്കിനെയാണ് പറയുന്നത്. അപ്പൊ കേരള ആരോഗ്യ വകുപ്പിൽ നടത്തിയൊരു പഠനം പറയുന്നത് 90% ഒരു സർവേയുടെ ഫലത്തിൽ 90% ആൾക്കാരിൽ നമ്മുടെ കേരളത്തിൽ മോണരോഗം ഉണ്ടെന്നുള്ളതാണ്. മോണരോഗത്തിനെ സംബന്ധിച്ചാണ് സൈലന്റ് കില്ലർ ഓഫ് ടൂത്ത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ദന്താരോഗ്യ പ്രശ്നങ്ങളിലെ ഒരു നിശബ്ദ കൊലയാളിയാണ് മോണരോഗം. കാരണം നമ്മുടെ ദന്തക്ഷയത്തിനെ അപേക്ഷിച്ചിട്ട് ഒട്ടും തന്നെ വേദന ഉണ്ടായിരിക്കില്ല. അതിന്റെ തുടക്കത്തിലുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ ജസ്റ്റ് ബ്രഷ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചോരത്തുള്ളികൾ പൊടിയുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു എന്തെങ്കിലുമൊക്കെ കടിക്കുമ്പോഴ്, ഇപ്പൊ കോണ കടിക്കുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ആപ്പിൾ കടിക്കുമ്പോഴൊക്കെ ചെറുതായിട്ട് അതിനകത്ത് ഒരു ബ്ലഡിന്റെ സ്റ്റെയിൻസ് അല്ലെങ്കിൽ ബ്ലഡിന്റെ ചെറിയ തുള്ളികൾ വീഴുന്നതായിരിക്കും. പക്ഷെ അതിന് ആ സമയത്ത് ചിലപ്പോൾ കെയർ കൊടുക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിലോട്ട് പോകുമ്പോൾ പല്ല് കുറച്ചുകൂടി ആടാനായിട്ട് തുടങ്ങും. ആടിയിട്ട് പിന്നെ കൊഴിയുമ്പോഴായിരിക്കും നമ്മൾ കൊഴിയാറാവുമ്പോഴായിരിക്കും ചിലപ്പോൾ ഡോക്ടറിന്റെ അടുത്തോട്ട് പോകുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ അതിനെ
രക്ഷിച്ച് കൊണ്ടുപോകാനുള്ള ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ദന്തക്ഷയവും മോണരോഗവുമാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ ആൾക്കാർ നമ്മൾ ഒ പിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ല് പുളിപ്പ് കൂടുതലായിട്ട് ടൂത്ത് സെൻസിറ്റിവിറ്റി കാര്യമായിട്ട് വരാറുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞാല് പലപ്പോഴും ആൾക്കാർക്ക് അൾസേഴ്സ്, വായ്പുണ്ണുകൾ കാണാറുണ്ട്. വായ്പുണ്ണുകൾ ചില ആൾക്കാർ ഇതിന് രണ്ട് ഒരു ആസ്പെക്റ്റും ഉണ്ട്. ചിലരെന്ന് പറഞ്ഞാൽ ഈ വായ്പുണ്ണുകൾ ചിലത് പെയിൻ ഉള്ളതാണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോ ക്യാൻസറിന്റെ മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാവണമെന്നില്ല. പക്ഷെ ചിലർ പേടിച്ചിട്ട് വായ്പുണ്ണ് കിടപ്പോ തന്നെ ഇത് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിച്ചു വരുന്ന ആൾക്കാരുണ്ട്. തിരിച്ചൊരു എക്സ്ട്രീം ഉണ്ട്. ചിലപ്പോ നമുക്ക് വേദന രഹിതമായിട്ട് ചിലപ്പോ ഒരു 6 മാസം വരെയും ഉണങ്ങാതെ നിൽക്കുന്ന മുറിവുകൾ ഉണ്ടായിരിക്കും. അതിന് ചിലപ്പോൾ ഒട്ടും തന്നെ പെയിൻ ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് ചിലപ്പോ ഈ പറഞ്ഞതുപോലെ വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള പൂർവ്വ അർബുദാവസ്ഥകൾ എന്ന് പറയും, പ്രീ ക്യാൻസേഴ്സ്. ചിലപ്പോൾ അത് നമ്മൾ ഡോക്ടറിന്റെ അടുത്തോട്ട് വരാനായിട്ട് ചിലപ്പോൾ വിട്ടും പോകും. അപ്പൊ തീർച്ചയായിട്ടും ഒരു അൾസർ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഒരു 2 വീക്സിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ കാണിച്ചൊന്ന് പരിശോധിപ്പിച്ചിട്ട് അത് മറ്റ് ഒരു ചേഞ്ചസ് അതിനകത്ത് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അഞ്ചാമത്തെ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഡ് ബ്രത്ത് ആണ്, വായുനാറ്റം. അപ്പൊ അത് ജസ്റ്റ് അതിനകത്തൊരു ഈ പറഞ്ഞ ഡെന്റൽ ഡൊമൈൻ മാത്രമല്ല, ഒരു സൈക്കോ സോഷ്യൽ ഡൊമൈനും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ഒരു ആത്മവിശ്വാസത്തിന്റെ പാടെ ഹനിക്കുന്ന ഒരു പ്രശ്നം കൂടി ആവാറുണ്ട്. പിന്നെ സാധാരണയായിട്ട് കാണുമെന്ന് പറഞ്ഞാൽ പല്ല് പൊട്ടുക, അത് ആക്സിഡന്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ബ്ലോ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു സംഘടനത്തിന്റെ ഭാഗമായിട്ടോ ഒരു അസോൾട്ടിന്റെ ഭാഗമായിട്ടോ ഒക്കെ പല്ലിന് സംഭവിക്കുന്ന, പല്ലിലും അനുബന്ധമായിട്ടുള്ള സ്ട്രക്ചേഴ്സ്, ഇപ്പൊ താടിയലിനും ഒക്കെ സംഭവിക്കുന്ന ഫ്രാക്ചേഴ്സ് ആണ് പിന്നെ കാണുന്നത്. ഇത് കോമൺ ആയിട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഇതല്ലാതെ നമുക്ക് അധികം അഡ്രസ് ചെയ്യപ്പെടാത്ത ഒന്നാണ് നമ്മുടെ ഈ ജോയിന്റ്, ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിനെ സംബന്ധിച്ചിട്ടുള്ള താടിയലിന്റെ സന്ധിക്ക് സംഭവിക്കുന്ന പ്രശ്നങ്ങൾ കാരണം വാ തുറക്കാൻ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അതിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ മുഖത്തെ പേശികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അത് ഓറോഫേഷ്യൽ പെയിൻ എന്ന് പറയാറുണ്ട്. അതൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്ന ദന്താരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് ചില രോഗങ്ങളുടെ ഭാഗമായിട്ടും നമുക്ക് നമ്മുടെ പല്ലിനെ ബാധിക്കുന്നുണ്ടല്ലോ. ഏതൊക്കെ രോഗികളാണ് ശ്രദ്ധ കൊടുക്കേണ്ടതെന്ന് അറിയോ ദന്താരോഗ്യത്തിന്റെ കാര്യത്തിൽ? സാധാരണയായിട്ട് ഇപ്പൊ നമ്മുടെ ഏറ്റവും ഈ വർഷത്തെ ഈ ലോക വദനാരോഗ്യ ദിനത്തിന്റെ സന്ദേശം തന്നെ ഹാപ്പി മൗത്ത് ഫോർ എ ഹാപ്പി ബോഡി എന്നാണ്. അതായത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾ ഒരു ആഹ്വാനം ചെയ്യുന്ന ഒരു സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരോഗ്യമുള്ള വായ, ആരോഗ്യമുള്ള ശരീരത്തിന് എന്നുള്ളതാണ്. അതായത് വായിലുള്ള പ്രശ്നങ്ങൾ കേവലം വായിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, അത് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ടോട്ടാലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒന്നാണെന്നുള്ളതാണ്. അപ്പൊ പഠനങ്ങൾ പറയുന്നത് ഏതാണ്ട് 44ഓളം അസുഖങ്ങള് വായിലെ അസുഖങ്ങളായിട്ട് വായിലെ ഈ അണുക്കൾ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിൽ ചിലതിലൊക്കെ അത്രയും ഒരു നമ്മള് കോസാലിറ്റി എന്ന് പറയാം, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ഏറ്റവും നമ്മൾ പറയുന്ന ഒരു ദ്വിദിശാ ബന്ധം എന്ന് പറയാം, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം പറയുന്നത് പ്രമേഹമായിട്ടാണ്. അത് പ്രമേഹം മോണരോഗമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-വേ റിലേഷൻഷിപ്പ് എന്ന് പറയും. അതായത് നമ്മൾ നിയന്ത്രണ വിധേയമല്ലാത്ത പ്രമേഹമുള്ള ഒരാളിന് തീർച്ചയായിട്ടും മോണരോഗം വേർഡ്സൺ ആവാനായിട്ട്, മോണരോഗം മൂർച്ഛിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കുറച്ചെങ്കിലും ആൾക്കാർ കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ തിരിച്ചും ബന്ധമാണ്. നമ്മൾ മോണരോഗം നിയന്ത്രണ വിധേയം അല്ലാത്ത ആൾക്കാരിൽ പലപ്പോഴും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ പ്രമേഹവും പലപ്പോഴും കൺട്രോൾഡ് ആകാറില്ല. നമ്മളിപ്പോ പ്രമേഹത്തിന്റെ ഏറ്റവും പുതിയ അളവുകൾ എന്ന് പറയുന്നത് സമയപരിധി പറയാറുണ്ട്, അതായത് ടൈം ഇൻ റേഞ്ച് എന്ന് പറയാറുണ്ട്. എത്ര സമയമാണ് നമ്മുടെ ശരീരത്തില് രക്തത്തില് പഞ്ചസാര നിയന്ത്രണ വിധേയമായിട്ട് നിൽക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഈ ബോഡിയിൽ നീർവീക്കോ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉള്ള കേസുകളിൽ, ഇപ്പൊ അത് മോണയിലാണെങ്കിൽ മോണ വീക്കം ഉള്ള കേസുകളിൽ HbA1c വളരെ കൂടുതലായിട്ട് സൂചിപ്പിക്കുക. അതിനുശേഷം നന്നായിട്ട് നമ്മളൊരു മരുന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആഴത്തിലൊരു പല്ലുകൾ വൃത്തിയാക്കുമ്പോൾ ഒരു ഡീപ്പ് ക്ലീനിങ് എന്നാണ് പറയുന്നത്, സബ്ജിഞ്ചേവൽ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അത് ചെയ്തതിനു ശേഷം HbA1c നമ്മൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ കമ്പയർ ചെയ്യുമ്പോൾ HbA1c ഗണ്യമായിട്ടുള്ള കുറവ് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും പ്രമേഹ രോഗികള് മറ്റുള്ള ആൾക്കാരെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടി, നമ്മൾ നോർമലി പറയാറുണ്ട് വർഷത്തിൽ 2 പ്രാവശ്യം 6 മാസം ഇടവിട്ട് പല്ലൊന്ന് ക്ലീൻ ചെയ്ത് വെക്കണം എന്നുള്ളത്. അപ്പൊ അത് പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒരു 3 മാസം കൂടുമ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചിട്ട്, എപ്പോഴും നമുക്ക് ഈ പറഞ്ഞ ക്ലീനിങ് വേണമെന്നില്ല, പക്ഷെ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു പക്ഷെ 3 മാസത്തെ ഇടവേളകളിൽ തീർച്ചയായിട്ടും ഒരു ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യന്റ് ഒരു ഡെന്റിസ്റ്റിനെ കാണുന്നത് നല്ലതായിരിക്കും. മറ്റൊന്നെന്ന് പറഞ്ഞാൽ COPD എന്ന് പറയാം. നമുക്ക് ഇപ്പൊ കൂടുതലായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പൊ COPD ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും കോവിഡ് സമയത്തൊക്കെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ചില സ്റ്റഡീസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹമദ് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ പുറത്ത് നടത്തിയ പഠനങ്ങളിലൊക്കെ ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു വെന്റിലേറ്റേഴ്സ് വേണ്ടി വന്ന പേഷ്യന്റ് അല്ലെങ്കിൽ കൂടുതലായിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ട പേഷ്യൻസിൽ ഒരുപാട് ഫാക്ടേഴ്സ് പരിശോധിച്ചതിൽ അവർക്ക് കൂടുതലായിട്ട് റെസ്പിറേറ്ററി പ്രോബ്ലത്തിലോട്ട് പോയതിൽ ഓറൽ ഹൈജീനും ഒരു ഇൻഡെക്സ് ആയിട്ട് അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ആയിട്ട് പറയുന്നുണ്ട്. ആർക്കൊക്കെ ആയിരുന്നു പുവർ ഓറൽ ഹൈജീൻ ഉണ്ടായിരുന്നത് അവർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് വരുന്നതായിട്ട്, അതായത് നമ്മുടെ വായില് പ്രത്യേകിച്ച് മോണരോഗം ഉണ്ടാക്കുന്ന പോർഫെറോമോണസ് ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഉണ്ടാകും. ഈ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുന്ന സ്രവങ്ങള് പലപ്പോഴും രക്തം വഴി ശരീരത്തിന്റെ മറ്റു ഭാഗത്തോട്ട് വ്യാപിച്ചിട്ട്
അത് നമ്മുടെ ഹൃദയ ധമനികളിലെ വ്യാസം കുറയ്ക്കാനും, നമ്മൾ ആ വ്യാസം കുറയുമ്പോഴാണ് അതിറോസ്ക്ലിറോസ് എന്ന് പറയുന്നത്. അത് ഹൃദയത്തിന് മുന്നോടിയായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെ വെജിറ്റേഷൻസ് എന്ന് പറയും. ഇത്തരത്തിലുള്ള ഹൃദയത്തിന്റെ വാൽവുകളിൽ അണുക്കൾ ഉണ്ടാക്കുന്ന ഒരു കോളനി പോലെ, ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ഒരു കോളനി ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതില് ഈ പറഞ്ഞ ബാക്ടീരിയസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഹൃദ്രോഗികള് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ BP ഉള്ള ആൾക്കാര്, പ്രഷർ ഉള്ള, നമ്മുടെ ഡയബറ്റീസ് ഉള്ള ആൾക്കാര്. പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പഠനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കൊളസ്ട്രോളിനെ സംബന്ധിച്ചാണ്. അതായത് കൊളസ്ട്രോൾ ഒത്തിരി ഉള്ള, അല്ലെങ്കിൽ ഒബിസിറ്റി ഉള്ള, പൊണ്ണത്തടി അല്ലെങ്കിൽ ദുർമേധസ്സുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ ഒരു ഇന്റർലിങ്ക് ആയിട്ട് പലപ്പോഴും പുതിയ പഠനങ്ങൾ പറയുന്നത് പറഞ്ഞാൽ ഒരു അറ്റത്ത് പ്രമേഹം ഇരിപ്പുണ്ട്, ഡയബറ്റീസ് ഉണ്ട്, മറ്റേ അറ്റത്ത് മോണരോഗമുണ്ട്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു അഡിപ്പോകൈൻസ് എന്ന് പറയുന്ന ഒരു പാലം പോലെ ആക്ട് ചെയ്യുന്ന അവിടെ ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് ഒബിസിറ്റി പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ദുർമേധസ്സും കൂടെ ഉള്ള ആൾക്കാർക്ക് മോണരോഗവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രമേഹത്തിന് കൂടുതലായിട്ട് മൂർച്ചയ്ക്ക് തിരിച്ചുകൊണ്ട് ഒരു പ്രമേഹവും ദുർമേധസ്സും കൂടെ ഉള്ള ഒബിസിറ്റി കൂടെ, നമ്മളിപ്പോ ഡയബസിറ്റി എന്ന് പറയാറുണ്ട്. ഡയബറ്റീസ് പ്ലസ് ഒബിസിറ്റി. ഡയബസിറ്റി ഉള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ ഗം ഡിസീസിനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സ്ട്രോക്കുമായിട്ടും ബന്ധങ്ങൾ പറയുന്നുണ്ട്, അൽഷീമേഴ്സുമായിട്ട്. പക്ഷെ കൂടുതൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് എവിഡൻസ് കണ്ടുവരുന്നത് ഈ ഡയബറ്റീസ്, COPD പോലെയാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ഗർഭിണികളിലാണ്. അപ്പൊ ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഈ പറഞ്ഞതുപോലെ മോണരോഗം അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമല്ലാത്ത ഒരു മോണയിൽ ഒരു നീർവീക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ആ ഒരു നീർവീക്കം നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ കൂടി പ്രതികൂലമായിട്ട് ബാധിക്കുകയും പലപ്പോഴും ഭാരക്കുറവുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറയും, വെരി ലോ ബർത്ത് വെയിറ്റ് ബേബീസ് ഉണ്ടാവാനും, ചില കേസുകളിലൊക്കെ എക്ലാംസിയ പോലുള്ള ചില കോംപ്ലിക്കേഷൻസിലോട്ടും, ചില പ്രിമച്വർ ഡെലിവറിക്കും, ചില സ്റ്റിൽ ബർത്ത് അല്ലെങ്കിൽ അബോർഷൻസിനും ഒക്കെ കാരണമാവുന്നതായിട്ടൊക്കെ ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി ലോങ് ടേം സ്റ്റഡീസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസിലുള്ളതുപോലെ ഇത്രയും സ്ട്രോങ് എവിഡൻസ് അതിനകത്ത് പറയാൻ സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങളുള്ള ആൾക്കാർ ഒരു പടി കൂടി കടന്ന് അവരുടെ വായുടെ ശുചിത്വത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗുരുതരമാകാതിരിക്കാൻ വേണ്ടി വായിലുണ്ടാകുന്ന എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നല്ല ചോദ്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ പലപ്പോഴും എല്ലാവരും സ്വയം ചികിത്സ തേടാറുണ്ട്. സ്വയം ചികിത്സ എപ്പോഴും ആപത്തിലോട്ട് നയിക്കാം. ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആവണമെന്നില്ല, നമ്മളൊരു ഡോക്ടറിന്റെ ഗൈഡൻസ് ഇല്ലാതെ. പക്ഷെ സ്വയം ചികിത്സയ്ക്ക് പകരമായിട്ട് നമ്മൾ ശരിക്കും സ്വയം പരിശോധന വളരെ നല്ലതാണ്. എപ്പോഴും നമ്മൾ ഓറൽ ക്യാൻസറിന്റെ ഇതിനകത്താണെങ്കിൽ അപബോധത്തിലാണോ ഒക്കെ പറയുന്നത് പറഞ്ഞാൽ ദിവസവും നമ്മൾ 2 നേരം പല്ല് തേക്കണം. പല്ല് തേക്കുന്ന സമയത്ത് നമ്മൾ ഒരു എക്സ്ട്രാ ടൈം കൊടുക്കേണ്ട ആവശ്യമില്ല, എന്തായാലും പല്ല് തേക്കുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു 8 ഏരിയാസ് കൃത്യമായിട്ട് സ്വയം പരിശോധിക്കാനായിട്ട് പറയാറുണ്ട്. ഒന്ന് ചുണ്ടിന്റെ ഈ ഉപരിഭാഗം, ചുണ്ടിന്റെ വശങ്ങള്, ചുണ്ടിന്റെ ഉൾഭാഗം, കവിളിന്റെ ഉൾഭാഗം, നാവിന്റെ വശങ്ങൾ, നാവിന്റെ അടിഭാഗം, മോണ, അണ്ണാക്ക്, ഈ 8 ഏരിയാസ് നമ്മൾ നോക്കിയിട്ട് എല്ലാ ദിവസവും അതിനകത്ത് എല്ലാ ദിവസവും നോക്കിയാലേ നമുക്ക് ഇങ്ങനെ തന്നെ ആയിരുന്നു എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത്രയും നാൾ നോക്കാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊട്ട് ഇപ്പൊ കേൾക്കുമ്പോൾ ഒരു ശീലമാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും നോക്കുമ്പോൾ ഇന്നലെ കണ്ടതുപോലെയാണ് എന്തെങ്കിലും ഒരു വ്യതിയാനം. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യൻ കൺട്രീസിന്റെ മൊത്തത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ വായിലെ അർബുദത്തിന് അല്ലെങ്കിൽ ഓറൽ ക്യാൻസറിന്റെ ഈ ഒരു ഇത് കൂടുന്നുണ്ട്, ഇൻസിഡൻസ് കൂടുന്നുണ്ട്. അതിലെല്ലാവർക്കും എന്തെങ്കിലും ഒരു ശീലം വേണമെന്ന് നിർബന്ധമില്ല. പുക വലിക്കുന്ന ആൾക്കാർക്ക് മാത്രമൊന്നല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പുക വലിയ ജന്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് തന്നെ വരണമെന്നില്ല. പലപ്പോഴും വിഷാദ രോഗങ്ങൾ, ഇപ്പൊ ഡിപ്രഷൻ അല്ലെങ്കിൽ മെലങ്കളിയ, ഒരുപാട് ഈ പറഞ്ഞ പോലെ വിഷമം അനുഭവിക്കുന്ന ആൾക്കാർക്ക് അതുവഴി ഉണ്ടാകുന്ന രാസ വസ്തുക്കൾ പലപ്പോഴും ഓറൽ ക്യാൻസർ ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഡേ ടു ഡേ ഒരു ഈറ്റിംഗ് ഹാബിറ്റ്സിന്റെ ഇതായിട്ട് പലപ്പോഴും നമ്മൾ ഒരുപാട് കളറിംഗ് ആയിട്ടുള്ള ഏജൻസ്, അജിനോമോട്ടോ പോലെയുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫുഡ് അഡിറ്റീവ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള കെമിക്കൽസും ഒക്കെ തന്നെ പലപ്പോഴും നമ്മൾ ഒരു 2 ഹിറ്റ് ഫിനോമിനൻ എന്ന് പറയും. അതായത് നമ്മുടെ ജനറ്റിക് ലെവലിൽ ഇത്തരത്തിലുള്ള രാസവസ്തുക്കൾ ഒരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടാവും. അതാണ് ഫസ്റ്റ് ഹിറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ഹിറ്റ് എപ്പോഴാണ് കിട്ടുന്നത് എന്നുള്ളതാണ് ക്യാൻസർ ഒരാളിന് വരണോ വേണ്ടോ തീരുമാനിക്കുന്നത്. അപ്പൊ ചില ആൾക്കാർക്ക് ലൈഫ് ടൈം വരെ ആ ഒരു ഹിറ്റ് ആയിരിക്കും, ചില ആൾക്കാർക്ക് സെക്കൻഡ് ഹിറ്റ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വരാം. അപ്പൊ നമുക്ക് ഒരു ഹാബിറ്റ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ തീർച്ചയായിട്ടും ഓറൽ ക്യാൻസർ എന്ന് പറയുന്നത് അതിന് പറയുന്നത് പ്രിവെന്റബിൾ ക്യാൻസർ കൂടിയാണ്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ, ഓറൽ ക്യാൻസർ ആയിരിക്കും നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് സെൽഫ് ആയിട്ട് നമുക്കൊന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ സ്വയം പരിശോധിച്ച് കഴിഞ്ഞാൽ ചേഞ്ചസ് അറിയാൻ പറ്റും. ബ്രസ്റ്റ് ക്യാൻസർ ഒരു ലംബിന്റെ തുടക്കത്തിൽ അറിയുന്നത് പോലെ തന്നെ വായിലാണെന്നുണ്ടെങ്കിലും അതിന് പൂർവാർബുദ അവസ്ഥകൾ എന്ന് പറയും, അല്ലെങ്കിൽ പ്രീ ക്യാൻസറസ് കണ്ടീഷൻ. അതിൽ ഏറ്റവും കോമൺ ആണ് നമ്മുടെ ഒരു ലൂക്കോപ്ലേക്കിയ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ ധവള പടലം എന്ന് പറയും, വെള്ളപ്പാടയാണ് സാധാരണ. അതുപോലെ തന്നെ ഇരിക്കുന്ന മറ്റൊന്നാണ് വായിൽ കാണുന്ന ഒരു പൂപ്പൽ ബാധയാണ്. അത് പക്ഷെ നമ്മുടെ നാവിൽ ഒരു കരണ്ടി വെച്ചൊക്കെ ഒന്ന് സ്പൂൺ വെച്ചൊക്കെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ തൈര് പോലെ ഇങ്ങനെ ഇളകി പോകും. അത് കാൻഡിഡിയാസ് എന്ന് പറയുന്നത് ഫംഗസ് ആണ്. പക്ഷെ അതുപോലെ തന്നെ ഇരിക്കുന്നതാണെങ്കിലും ഇത് നമ്മൾ വെച്ച് സ്പൂൺ വെച്ച് ഇളക്കി കഴിഞ്ഞാൽ ഇളകി പോകാത്തൊരു പാടാണ്, വെള്ളപ്പാടാണ് ലൂക്കോപ്ലേക്കിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചുവന്ന പാടുണ്ട്, അതിന് എറത്രോപ്ലേക്കിയ അല്ലെങ്കിൽ ശോണപടലം എന്ന് പറയാറുണ്ട്. അപ്പൊ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും
ഒട്ടും തന്നെ പെയിൻ ഉണ്ടാവില്ല. പക്ഷെ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും ഇത് അടുത്ത സ്റ്റേജിലോട്ട് ക്യാൻസറിന്റെ ഒരു ഫ്രാങ്ക് ക്യാൻസർ ആയിട്ട് മാറുമ്പോഴായിരിക്കും കുറച്ചുകൂടി. പക്ഷെ നമ്മൾ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ഫർദർ സ്റ്റേജിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്നത് തടയാൻ പറ്റും. അപ്പൊ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചസ് ഈ പറഞ്ഞ ഏരിയാസിൽ ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. പിന്നെ ചില ആൾക്കാർ ഇപ്പൊ 4 കൂട്ടി മുറുക്കുന്നതിൽ ചിലപ്പോ ഈ പുകയില ഉപയോഗിക്കാത്തവരുണ്ട്. അപ്പൊ അവർക്കൊരു തെറ്റിദ്ധാരണയാണ് പുകയില ഉപയോഗിക്കാത്തതുകൊണ്ട് പ്രശ്നമില്ല എന്ന്. പക്ഷെ പുകയിലോടൊപ്പം തന്നെ പ്രശ്നമുള്ളതാണ് നമ്മുടെ അടക്കി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാക്ക് എന്ന് പറയുന്നത്. പാക്കിലുള്ള ചില കെമിക്കൽസ് ആൽക്കലോയിഡ്സ് ആണ് പലപ്പോഴും OSMF എന്ന് പറയുന്നത്, ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ്. അതായത് നമ്മുടെ വായിലെ പേശികളെ കൃത്യമായിട്ട് ബാധിച്ചിട്ട് ഈ പേഷ്യൻസിന്റെ അതിന്റെ ഒരു അഡ്വാൻസ് എത്തുമ്പോഴത്തേക്ക് നാവ് തന്നെ നീട്ടാൻ പറ്റാതെ അല്ലെങ്കിൽ വായ തുറക്കാൻ പറ്റാതെ ഇവിടെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് വലിച്ചതുപോലെ കെട്ടിയതുപോലെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ബാൻഡ്സ് വായുടെ കവിളിന്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ചേഞ്ചസിന്റെ ഒക്കെ തുടക്കം എന്ന് പറയുന്നത് വായിൽ കാണുന്ന ചെറിയ ചെറിയ വ്യതിയാനങ്ങളാണ്. അപ്പൊ എപ്പോഴും സ്വയം പരിശോധിച്ചിട്ട് ഇത്തരം ചേഞ്ചസ് ഇല്ലാന്ന് ഉറപ്പുവരുത്തുക. ദന്തക്ഷയത്തിന് മുന്നോടിയായിട്ടാണെങ്കിൽ ആദ്യം വരുന്നത് ചിലപ്പോൾ ഒരു ചെറിയ ചോക്കി വൈറ്റ് ലീഷൻ എന്ന് പറയും. ചെറിയ ചോക്കിട്ട് നമ്മൾ വരയ്ക്കുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന പോലെ ചെറിയ നമ്മുടെ നാട്ടിലൊക്കെ വരുന്ന പോലെ ചെറിയ വെള്ളപ്പാടുകളായിട്ടായിരിക്കും ആദ്യം കേട് തുടങ്ങുന്നത്. കുറച്ചും കൂടി ഇതാവുമ്പോഴത്തേക്കും ചെറിയ കടുകുമണിയുടെ വലിപ്പത്തിലായിരിക്കും. അപ്പോഴേ നമുക്ക് ഡെന്റിസ്റ്റിന് അടുത്ത് വന്ന് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയൊരു ഫില്ലിങ്ങിൽ തീരുന്ന ഒരു കാര്യമായിരിക്കും. അത് നമ്മൾ വെച്ച് താമസിപ്പിക്കുന്നതോറും അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ട് പോകേണ്ടി വരും. പിന്നെ മോണരോഗത്തിനാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇനിഷ്യൽ സ്റ്റേജിലെ ലക്ഷണം എന്ന് പറയുന്നത് ഈ ബ്രഷ് ചെയ്യുമ്പോൾ കാണുന്ന ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ മോണയിൽ ഉണ്ടാവുന്ന നിറവ്യത്യാസമാണ്. അപ്പൊ അതും ആ സ്റ്റേജിൽ തന്നെ കണ്ടുവരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അടുത്ത സ്റ്റേജ് തടയാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രിവെന്റീവ് ആസ്പെക്ട് എന്ന് പറയുന്നത്. ഏത് മേഖല എടുത്താലും കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അതുപോലെ നമ്മൾ ദന്താരോഗ്യം എടുത്തു കഴിഞ്ഞാലും സാധാരണ കേൾക്കാറുണ്ട്, അതായത് പല്ലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തലച്ചോറിനെ നേരിട്ട് ബാധിക്കും, അതുകൊണ്ട് പല്ലെടുക്കരുത്, ആ രീതിയിലുള്ള കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അപ്പൊ ഇതിന്റെ പിന്നിലൊരു വാസ്തവം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും നമുക്ക് പല്ലെടുക്കുന്നത് കൊണ്ട് പല്ലും ഈ പറഞ്ഞ പോലെ ടൂത്ത് ബ്രെയിൻ കണക്ഷൻ ഒക്കെ പണ്ടുതൊട്ട ആൾക്കാർ പലരും പേടിക്കുന്നത് തന്നെ പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന പറഞ്ഞാല് മേലത്തെ കോമ്പല്ലെടുക്കാൻ പാടില്ല, അതിന്റെ വേര് വന്നിട്ട് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്, അല്ലെ കാഴ്ച പോകുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ പല്ല് എടുക്കണോ വേണ്ടതെന്നുള്ളത് ഇപ്പൊ എടുക്കുന്നതെന്ന് പറയുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഒരു ലാസ്റ്റ് റിസോർട്ട് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ അത്രയും നിവർത്തിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ പല്ല് എടുക്കാറുള്ളൂ. അപ്പൊ ആദ്യമേ അറിയേണ്ടത് പല്ല് എടുക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അത് തലച്ചോറുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയോ കേൾവിയായിട്ടോ ഒന്നും ബന്ധപ്പെട്ട് കിടക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ടെക്നോളജികൾ ഉള്ള ഒരു അവസ്ഥയിൽ പല്ല് എടുക്കേണ്ടത് വളരെ അപൂർവമായിട്ടേ വേണ്ടി വരുന്നുള്ളൂ. നമ്മൾ 2 രീതിയിൽ പല്ല് എടുക്കാറുണ്ട്. ഒന്നൊരു ആ ഒരു പത്തോളജി ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക്, അതായത് നമ്മുടെ റൂട്ട് കനാൽ ചികിത്സയിലൂടെയോ അല്ലെങ്കിൽ ആടിയിരിക്കുന്ന പല്ല് നമുക്ക് മോണരോഗത്തിന്റെ ഒരു ചികിത്സയിലൂടെയോ രക്ഷപ്പെടുത്തി ഒരു രീതിയിലും രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് ഉറപ്പുവരുത്തുന്ന പല്ലുകൾ മാത്രമേ എടുക്കാറുള്ളൂ അതിന്റെ അങ്ങേയറ്റം പോകുമ്പോഴത്തേക്ക്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ തെറാപ്യൂട്ടിക് എക്സ്ട്രാക്ഷൻ എന്ന് പറയും. ചില ചികിത്സയുടെ ഭാഗമായിട്ട് നമുക്കറിയാം പല്ല് കമ്പി ഇടുമ്പോഴത്തേക്കും അവിടെ സ്പേസ് ഇല്ലാത്തപ്പോഴത്തേക്കും നമുക്ക് ആ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ 2 വശങ്ങളിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് പല്ലെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഡ് ലൈൻ കൊണ്ട് ഒരു കോഡൽ ഉണ്ടാവും, ഒരു ഷിഫ്റ്റ് ഉണ്ടാവും. ഒരു സൈഡിൽ മാത്രം പല്ലെടുത്താല് പല്ലെടുത്ത സൈഡിലോട്ട് നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും ഒരു ചരിവ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനെ ഒന്ന് സിമെട്രിക് ആയിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും മുകളിലും താഴെ ഒരുപോലെ തന്നെ 4 പല്ലുകൾ എടുക്കുന്നത്. അപ്പൊ അതിന് തെറാപ്യൂട്ടിക് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പല്ല് എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് ഇൻഡിക്കേറ്റഡ് ആണോ എന്നുള്ള കേസുകളിൽ നോക്കിയിട്ട് എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് ദന്തക്ഷയം വന്നു കഴിഞ്ഞാല് പല്ലെടുക്കാതെ തന്നെ റൂട്ട് കനാൽ എന്ന് പറയുന്ന ചികിത്സ വെച്ചിട്ട് നമുക്ക് അതിനെ അടച്ചെടുക്കാനായിട്ട് സാധിക്കും. റൂട്ട് കനാലിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഇത് വളരെ റൂട്ട് കനാൽ ചെയ്തു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ അത് പിന്നീട് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു ഇതുണ്ട്, തെറ്റിദ്ധാരണയാണ്. ശരിക്കും പറഞ്ഞാൽ 5% കേസുകളിൽ റൂട്ട് കനാലിലെ റീ ഇൻഫെക്ഷൻസ് എന്ററോകോക്കസ് ഫീക്കാലിസ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ ഉണ്ട്. അപ്പൊ അത് ചില കേസുകളിൽ ചില ആൾക്കാരിൽ വീണ്ടും അണുബാധ ഉണ്ടാക്കാറുണ്ട്. അല്ലാതെ നോക്കിക്കഴിഞ്ഞാൽ 95% അല്ലെങ്കിൽ 97% വരെയും കേസുകളിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും നല്ല സക്സസ് റേറ്റ് ഉള്ള ഒരു ചികിത്സയാണ് റൂട്ട് കനാൽ. പിന്നെ പല്ലുകൾക്ക് ആട്ടം വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യത്തെ ഒരു ഗ്രേഡിലോട്ട് ഡോക്ടറിന്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണ്ടാണ് നമ്മൾ പല്ലുകൾ എടുത്ത് കളയുന്ന ഒരു ട്രീറ്റ്മെന്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് പല്ലുകളെ ഉറപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് ചെയ്യുന്ന ചികിത്സയാണ് ഫ്ലാപ്പ് സർജറി എന്ന് പറയും. മോണരോഗത്തിന്റെ ചികിത്സയാണ് ഫ്ലാപ്പ് സർജറി. ഫ്ലാപ്പ് സർജറി ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതും പലപ്പോഴും സർജറി എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ പേടിക്കാറുണ്ട്. അത് വളരെ ലഘുവായിട്ട് ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഫ്ലാപ്പ് സർജറി എന്ന് പറഞ്ഞാൽ. മോണ മരവിപ്പിച്ചിട്ട് നമ്മുടെ ഈ പല്ലിന്റെ ഇടയ്ക്ക് ഈ അസ്ഥിക്ക് ഭ്രംശം വരുമ്പോഴാണ് അവിടെ ഈ ഒരു പല്ലുകൾക്കിടയിൽ ഇളക്കം വരാനൊക്കെ കാരണമാവുന്നത്. അപ്പൊ അവിടെ മോണ തുറന്നിട്ട് അസ്ഥി പുനർനിർമ്മിക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങൾ, പ്രത്യേകിച്ച് ബോൺ ഗ്രാഫ്റ്റ് എന്ന് പറയും. ബോൺ ഗ്രാഫ്റ്റും ഇപ്പൊ നമ്മുടെ പേഷ്യന്റിനെ ബ്ലഡിൽ നിന്ന് ഒരു സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീൻ ഇട്ടിട്ട് നമുക്ക് അതിനെ വേർതിരിച്ചെടുത്ത് പ്ലാസ്മ കിട്ടാറുണ്ട്. അപ്പൊ ഈ പ്ലാസ്മ അത് നമുക്ക് സാധാരണയായിട്ട് ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെന്റ് ഒക്കെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. PRF ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ PRF എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് ഫൈബറിനാണ്. അതിനകത്ത് ഒരുപാട് വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ വളർച്ചാ ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ പ്ലാസ്മയും അതോടൊപ്പം തന്നെ ഈ ബോൺ ഗ്രാഫ്റ്റ് കൂടി മിക്സ് ചെയ്യുമ്പോൾ സ്റ്റിക്കി ബോൺ എന്നാണ് പറയുന്നത്. ആ സ്റ്റിക്കി ബോണിനെ നമ്മൾ
മോണയുടെ അകത്ത് നിക്ഷേപിക്കുമ്പോൾ അവിടെ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ട് നഷ്ടപ്പെട്ട എല്ലാം അവിടെ നമുക്ക് പുനർനിർമ്മിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരം ചികിത്സകൾ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു 2024 എത്തി നിൽക്കുമ്പോൾ ഏതാണ്ട് ഒരു 5% താഴെ മാത്രമേ നമുക്കൊരു പല്ലുകൾ എടുക്കേണ്ട അവസ്ഥ വരുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എടുക്കുന്നതിനോട് തെറ്റില്ല. എടുക്കുന്നതുകൊണ്ട് ഒരു തരത്തിലും അത് നമ്മുടെ തലച്ചോറിനെയോ അല്ലെങ്കിൽ നമ്മുടെ കേൾവിയോ കാഴ്ചയൊന്നും സാരമായിട്ട് ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. പണ്ട് പല്ലെടുക്കുക എന്നുള്ളൊരു ചികിത്സയുള്ളായിരുന്നു. ഇപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റിൽ ഒരുപാട് വ്യത്യാസം വന്നു. അപ്പം AI പോലുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ദന്താരോഗ്യ ചികിത്സയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത്, അല്ലെങ്കിൽ AI ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ഒരു 2020 തൊട്ട് ഇങ്ങോട്ട് വരുന്ന ഡിജിറ്റൽ ഡെന്റിസ്ട്രി എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ട്. ഇപ്പൊ നമ്മള് പണ്ട് നമുക്കറിയാം പല്ലിന്റെ അളവെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു എടുത്തിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരു പേസ്റ്റ് വെച്ചിട്ട് നമ്മൾ ആൽജിനേറ്റ് എന്ന് പറയാം, ആ ഒരു പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു വസ്തു ഉപയോഗിച്ചിട്ടാണ് പല്ലിന്റെ അളവെടുത്തോണ്ടിരുന്നത്. ഇപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് ചെയ്യുന്ന പോലെ ഷോപ്പിൽ ചെന്ന് നമ്മൾ നോർമലി പിക്ചർ ഒക്കെ സ്കാൻ ചെയ്യുന്നത് പോലെ നമുക്ക് ഇപ്പൊ ഇൻട്രാഓറൽ സ്കാനേഴ്സും ഉണ്ട്, എക്സ്ട്രാഓറൽ സ്കാനേഴ്സും ഉണ്ട്. ഈ സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് പല്ലുകളുടെയും അളവെടുക്കാനായിട്ട് സാധിക്കും. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇത് മോഡൽ എടുത്തിട്ട് അപ്പൊ ഒരു അളവെടുത്തിട്ട് അതിനെ പിന്നെ മോഡലാക്കിയിട്ട് ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും ലാബിലോട്ട് പോയിട്ട് അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഇതെന്ന് പറഞ്ഞാൽ റിയൽ ടൈമിലാണ്. ഇപ്പൊ നമ്മളൊരു ഒരാള് 10 മണിക്ക് വന്ന് പല്ലിന്റെ അളവ് സ്കാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ 10:15 തന്നെ വേണമെങ്കിൽ അതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ലോകത്തിലുള്ള ഏത് ലാബിലും, ഇപ്പൊ ഇവിടെ ഇന്ത്യയിലെന്നല്ല അമേരിക്കയിലാണെന്ന് ഏത് സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഏത് ലാബിലോട്ട് വേണമെങ്കിലും റിയൽ ടൈമിൽ നമുക്ക് ഡേറ്റ് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും. അപ്പൊ കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ പറയും പണ്ടാണെങ്കിൽ പല്ല് നഷ്ടപ്പെട്ടിട്ട് പല്ല് വെക്കാനാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് ആ ഒരു മോണയൊക്കെ ഉണങ്ങിയിട്ട് ഒരു 3 months വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ട് നമ്മുടെ ഈ ഒരു അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് കുറെ നാളുകളായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് സമയത്തൊക്കെ നമ്മള് ബ്ലാക്ക് ഫംഗസ് എന്ന് കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഫംഗസ് നമ്മുടെ മേൽത്താടിയെ ബാധിക്കുമ്പോഴത്തേക്ക് ചില ആൾക്കാർക്ക് പിന്നെ എക്സ്ട്രാ എടുത്ത് നോക്കുമ്പോൾ മേൽത്താടി തന്നെ ഇല്ല. അതായത് മേൽത്താടി കംപ്ലീറ്റ് ആയിട്ട് ഈ ഫംഗസ് തിന്ന് നശിപ്പിച്ച് കളഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെ പല്ല് വെച്ച് കൊടുക്കാന്നുള്ളതിന്റെ ഒരു ഇത് വന്നപ്പോഴാണ് കൂടുതൽ ഗവേഷണങ്ങൾ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പല്ലുമായിട്ട് അനുബന്ധപ്പെട്ട ആ ഒരു ബോണാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ അവിടെയാണ് നമ്മൾ ചെറിയ പല്ലിന്റെ സൈസിലുള്ള ഇംപ്ലാന്റ്സ് പ്ലേസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ആ ഒരു താടിയെല്ലിന് നഷ്ടപ്പെട്ടപ്പോഴത്തേക്കും കുറച്ചുകൂടി മുകളിലുള്ള നമ്മുടെ ഇപ്പൊ ഇവിടെ ഒരു ബോൺ ഉണ്ട്, ഗ്ലബെല്ല എന്ന് പറയുന്ന ബോൺ ഉണ്ട്, അല്ലെങ്കിൽ സൈഗോമ എന്ന് പറയുന്ന ബോൺ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ബോണുകളിലോട്ടേക്ക് അവിടെ നിന്ന് ഒരു പിടുത്തം എടുത്തിട്ട് ആങ്കറേജ് എടുത്തുകൊണ്ട് വലിയ കുറച്ചുകൂടി നീളമുള്ള ഇംപ്ലാന്റ്സ് ഇപ്പൊ വന്നു തുടങ്ങി. അതിനാണ് നമ്മള് കോർട്ടിക്കോ ബേസൽ ഇംപ്ലാന്റ് എന്ന് പറയും. അപ്പൊ ബേസൽ ഇംപ്ലാന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പല്ല് എടുത്ത മുറിവുകൾ ഉണങ്ങാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം അത് താഴത്തെ ഈ സോക്കറ്റ് ഇരുന്ന ഭാഗമാണ് നമുക്ക് ഹീൽ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ പല്ലുമായിട്ട് ബന്ധമില്ലാത്ത നമ്മുടെ ഈ താടിയിൽ തന്നെ വലിയ വലിയ എല്ലുകളുണ്ട്. അപ്പൊ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പല്ല് നഷ്ടപ്പെട്ട ഒരു 48 മണിക്കൂറിനോ അല്ലെങ്കിൽ 72 മണി ഒരു 2-3 ദിവസം കൊണ്ട് തന്നെ നമുക്ക് കംപ്ലീറ്റ് പല്ലുകൾ നമ്മൾ ഫുൾ മൗത്ത് റീഹാബിലിറ്റേഷൻ എന്ന് പറയും. അപ്പൊ കംപ്ലീറ്റ് പല്ലുകൾ നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതും പുതിയൊരു അഡ്വാൻസ്മെന്റ് ആണ്. പിന്നെ നമുക്ക് ഇപ്പൊ ഈ വിസ്ഡം ടൂത്ത് റിമൂവൽ ആണെന്നുണ്ടെങ്കിലും മറ്റ് സർജിക്കൽ പ്രൊസീജിയർ ആണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പൊ പീസോ സർജറി എന്ന് പറയാറുണ്ട്. പീസോ സർജറി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ചെയ്തുകൊണ്ടിരുന്ന സർജറിയെക്കാളും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പ്രൊസീജിയർ ഫാസ്റ്റ് ആണ്. നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും സ്വെല്ലിങ്ങോ മറ്റ് തരത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഒക്കെ വളരെ കുറവാണെന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നോക്കണേ ഓരോ മേഖലകളിലും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണ്ട് ഈ പറഞ്ഞതുപോലെ ചില സ്പെഷ്യൽ ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ ചില ഈ കോപ്പറേറ്റീവ് അല്ലാത്ത കുട്ടികളില് നമുക്ക് ചില കമാൻഡ്സ് ഉപയോഗിക്കുന്ന കുട്ടികളെ മാത്രമേ നമുക്ക് അത് കോപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാത്ത കുട്ടികൾക്ക് ചിലപ്പോ നമ്മുടെ ജനറൽ അനസ്തീഷ്യയിലൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട്. ഇപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയാറുണ്ട്. കോൺഷ്യസ് സെഡേഷൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ബോധമയക്കം എന്നാണ്. അതായത് ആള് ബോധത്തിൽ തന്നെ ആയിരിക്കും, പക്ഷെ നമുക്ക് നൈട്രസ് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു വാതകത്തിന്റെ സഹായത്തോടെ നമുക്ക് ഡെന്റൽ ചെയറിൽ വെച്ച് തന്നെ കംഫർട്ടബിൾ ആയിട്ട് പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു മേഖലയിൽ വന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായും ടെക്നോളജി വരുന്നതിനനുസരിച്ചിട്ട് അതിനകത്ത് ഒരുപാട് ചേഞ്ചസ് വരാം. അപ്പൊ എയെ പറ്റി പറയാം, നിർമ്മിത ബുദ്ധിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ CNN എന്ന് പറയുന്നത് കൺവല്യൂട്ടഡ് ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സങ്കീർണ നാഡീ വ്യൂഹങ്ങളുണ്ട്. അപ്പൊ അത് നമ്മുടെ ഡെന്റൽ ട്രീറ്റ്മെന്റ് ചില ഏരിയാസിലൊക്കെ ഇപ്പൊ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എയുടെ ഇതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഓറൽ ക്യാൻസറിന് മുന്നോടിയായിട്ട് നമുക്ക് ചില പ്രാരംഭമായിട്ടുള്ള ചില ദശകൾ അല്ലെങ്കിൽ ചില ലീഷൻസ് ഉണ്ട്, ദശകളിൽ കാണുന്ന വ്യതിയാനങ്ങളുണ്ട്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ലെവലിലുള്ള നമുക്ക് പണ്ട് തന്നെ വിസ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത് ലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോ ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള ചില കോശങ്ങൾ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളിൽ അവിടെ നമ്മളൊരു ലൈറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു കോശത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിന്റെ ഒരു രീതിയും
ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാൻസർ ബാധിച്ച ഒരു കോശത്തിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് വരുന്ന ലൈറ്റിന്റെ രീതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് തിരിച്ചറിയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു വിസിലൈറ്റ് എന്ന് അല്ലെങ്കിൽ വെയിൽ സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെക്നോളജിയാണ്. അപ്പൊ അത്തരത്തിലുള്ള മൈന്യൂട്ട് മൈക്രോ ലെവലിലുള്ള കാര്യങ്ങള് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് ഇപ്പൊ ചില സ്ഥലങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉപയോഗിച്ച് വരുന്നുണ്ട്. തീർച്ചയായിട്ടും 2030 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇപ്പൊ ദന്തക്ഷയത്തിനാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ മോണരോഗത്തിനാണെന്നുണ്ടെങ്കിലും അതിന്റെയൊക്കെ ഒരു നിർണയത്തില് നമുക്ക് കുറച്ചുകൂടി നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ചില ആൾക്കാരെങ്കിലും പറയുന്ന ആശങ്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡെന്റിസ്റ്റിന് പകരമായിട്ട് നമ്മുടെ ജോലി പോകുമോ, അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഇപ്പൊ ഡോക്ടറിന് പകരം സർജറി, ഇപ്പൊ റോബോട്ടിക് സർജറി ഒക്കെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഡോക്ടറിന്റെ റീപ്ലേസ്മെന്റ് ആയിരിക്കില്ല പക്ഷെ കുറച്ചും കൂടി വരുന്ന സമയത്ത് നമ്മൾ അതിനെ പറ്റി അപ്ഡേറ്റ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഒരു സങ്കേതത്തിനെ കുറിച്ച് നമ്മുടെ ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന ഒരു സങ്കേതത്തിന്റെ നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും, അതിന് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി പേഷ്യൻസിന്റെ ഇതിനു വേണ്ടി ഉന്നമനത്തിന് വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഒന്ന് ബോധവാന്മാരായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതിനകത്തൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പക്ഷേ ഡേറ്റാ ബേസ് നമ്മൾ അതിനനുസരിച്ചിട്ട് വിപുലപ്പെടുത്തണം എന്നുള്ളതാണ്. പല സെന്റേഴ്സിനും ചിലപ്പോൾ ഈ എഐക്ക് കറക്റ്റ് ആയിട്ട് അതിനെ ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഇൻപുട്സുകൾ കൊടുക്കണം. അപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ ഇതുവരെ നമ്മുടെ പേഷ്യൻസിനെ നോക്കി വെച്ചിരിക്കുന്ന ഡേറ്റാ ബേസുകൾ അല്ലെങ്കിൽ ഭാവിയിൽ എൻ്റർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി കഴിഞ്ഞാൽ അത് നിർമ്മിത ബുദ്ധിക്ക് അത് ചെയ്യാനായിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പക്ഷെ നമ്മുടെ ചെയ്യുന്ന കോഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ വളരെ 10 മടങ്ങായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പൊ ആ ടൂൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ പ്ലസും മൈനസും ഉണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ട് പഠിച്ചിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒരുപാട് സഹായങ്ങൾ കൊണ്ടുവരാൻ സാധ്യത ഉണ്ടെന്നാണ് ഈ ഒരു ആർട്ടിക്കിൾസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കോമൺ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മലയാളികളുടെ ദന്താരോഗ്യ ശീലങ്ങളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ? അത് കുറച്ചും കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പൊ ഓരോ അവയർനെസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് കുറച്ചും കൂടി ആൾക്കാർ ഇൻഫോംഡ് ആയിട്ടുണ്ട്. പക്ഷെ അത് എത്രത്തോളം റിഫ്ലക്ട് ആയിട്ടെന്നുള്ളത് ഇപ്പോഴും ചില കേസുകളായിട്ട് നോക്കുമ്പോൾ വളരെ നന്നായിട്ട് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ ചിലപ്പോൾ അവരുടെ ഓറൽ ഹൈജീൻ നോക്കുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അൺഎഡ്യൂക്കേറ്റഡ് ആയ, അതായത് നമുക്ക് ഇതിനെപ്പറ്റി ഒരു വിവരവും ഇല്ലാത്ത ആൾക്കാരുടെ. അപ്പൊ ഇത്രയും നമ്മൾ കേട്ടിട്ടും ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്കൂൾ ലെവൽ തൊട്ട് തന്നെ ഇത് പഠിക്കുന്നുണ്ട്, നമ്മുടെ പല്ലിന്റെ ഘടനയെ പറ്റിയും നമ്മുടെ പേഴ്സണൽ ഹൈജീനിൽ കൊടുക്കേണ്ട ഈ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂത്തിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്. കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ഈ ഒരു ഡെന്റൽ കെയർ എങ്ങനെ കൊടുക്കണമെന്നുള്ളത് നമ്മുടെ ഇപ്പൊ സ്കൂൾ കരിക്കുലത്തിലൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു ഭാഗത്തൊരു 7th സ്റ്റാൻഡേർഡിലോ അല്ലെങ്കിൽ 8th സ്റ്റാൻഡേർഡിലോ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡെന്റൽ ഹെൽത്തിനെ പറ്റി കുറച്ചുകൂടി ഒരു അവയർനെസ് ഒരു ചാപ്റ്റർ ആയിട്ടോ അല്ലോ നമുക്കൊരു ബയോളജിയിൽ ഉൾപ്പെടുത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കുട്ടികൾ തന്നെ അവെയർ ആവും. അതുവഴി നമുക്കത് ഇനി വരുന്ന ഒരു ഫ്യൂച്ചർ ജനറേഷനെ കൃത്യമായിട്ട് അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്താനും സാധിക്കും. ഇന്നിപ്പോ വേൾഡ് ഓറൽ ഹെൽത്ത് ഡേ ആണ്. അപ്പൊ മലയാളികൾ ദന്താരോഗ്യത്തിൽ മാറ്റേണ്ട ശീലങ്ങളെ കുറിച്ച് ഒന്ന് പറയാം. തീർച്ചയായിട്ടും നമ്മളിന്ന് ലോക ദന്താരോഗ്യ ദിനം അല്ലെങ്കിൽ ലോക വദനാരോഗ്യ ദിനം ആചരിക്കുകയാണ്. അപ്പൊ ഈ ഒരു വർഷത്തെ തീം പറഞ്ഞതുപോലെ ഹാപ്പി മൗത്ത് ഫോർ എ ഹാപ്പി ബോഡി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പല്ലുകൾ എത്രത്തോളം ഹാപ്പി എന്ന് പറയുമ്പോൾ ഹെൽത്തി എന്നുള്ളത് കൂടെ അതിനകത്ത് അണ്ടർലൈനിങ് ആയിട്ടുണ്ട്. അതായത് ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും അത് നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ഹെൽത്തിലും റിഫ്ലക്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ മലയാളികൾ തീർച്ചയായിട്ടും പാലിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശാസ്ത്രീയമായ രീതിയിൽ ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ദിവസവും ബ്രഷ് ചെയ്യുമ്പോൾ ആ ഒരു സ്വയം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഡെന്റൽ ഡിസീസിന്റെ തുടക്കത്തിൽ തന്നെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എക്സിക്യൂട്ടീവ് ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി തൊട്ടെങ്കിലും നമ്മൾ വർഷത്തിലൊരു 2 പ്രാവശ്യം നമുക്ക് ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ തന്നെയും ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള ദന്താരോഗ്യ പ്രശ്നങ്ങളുടെ തുടക്കം നമ്മുടെ വായിൽ സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഒരു അല്പം എക്സ്ട്രാ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലോട്ടൊന്നും പോവാതെ നമുക്ക് ഒരു വർഷത്തിൽ 2 തവണ ടൂത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു ഈ ഒരു വീടിന്റെ ബേസ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്ട്രോങ് ആയിട്ടൊരു ഫൗണ്ടേഷൻ പോലെ നമ്മുടെ വായുടെ ബേസ്മെന്റ് എന്ന് പറയുന്നത് മോണ തന്നെയാണ്. അപ്പൊ മോണ ഉറപ്പായി കഴിഞ്ഞാൽ, ഉറപ്പായുള്ള മോണയാണെങ്കിൽ മാത്രമേ നമ്മളിപ്പോ ബ്യൂട്ടിഫിക്കേഷൻ ട്രീറ്റ്മെന്റ്സും ഒക്കെ ഡെന്റിസ്ട്രിയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ ടൂത്ത് വൈറ്റനിങ് പോലെയുള്ളതുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ അലൈനേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വെനീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കോസ്മെറ്റിക് ആൻഡ് എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിന്റെയൊക്കെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഗമ്മാണ്. ഗമ്മ് ഹെൽത്തി ആവാതെ നമ്മൾ ഏതൊക്കെ എസ്തെറ്റിക് ട്രീറ്റ്മെന്റ് ചെയ്താലും ഒരു 8 മാസം കഴിയുമ്പോൾ ആ പല്ലൊക്കെ കൊഴിഞ്ഞു പോകാൻ കാരണം. അപ്പൊ തീർച്ചയായിട്ടും ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് നമ്മൾ ബ്യൂട്ടിയേക്കാൾ ഉപരി നമ്മുടെ ഹെൽത്തിലോട്ടാണ്. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ടീത്ത് ഉണ്ടാവാനായിട്ട് ഈ കൃത്യമായിട്ടുള്ള ഓറൽ കെയർ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, അനാവശ്യമായിട്ടുള്ള സെൽഫ് മെഡിക്കേഷൻ ഒഴിവാക്കുക, നമ്മുടെ ഒരു 6 മാസത്തിൽ ഒരിക്കൽ ഒരു ഡെന്റൽ ചെക്കപ്പ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക. പല്ലിന്റെ ആരോഗ്യം
കേവലം പല്ലിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ടോട്ടാലിറ്റി നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് കൃത്യമായിട്ടുള്ള പങ്ക് വഹിക്കുക എന്നുള്ള ഒരു സന്ദേശം കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്.